ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ ജൂണിലെ ക്ലാസ്സുകൾ തുടങ്ങിയപ്പോൾ മുതൽ തന്നെ ചോദിക്കുന്ന ഒന്നാണ്, ഓൾ പാസിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ്, അത് വിദ്യാർത്ഥികൾക്ക് ഈ വർഷം എപ്രകാരമായിരിക്കും. അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ ഉള്ളവരാണ് എങ്കിൽ, അതായത് SSLC വരെയുള്ള വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും ശ്രമിക്കുക. ആദ്യം തന്നെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ശിവൻകുട്ടി സാറിന്റെ നേതൃത്വത്തിൽ നടന്ന ഉന്നതതല യോഗങ്ങളിൽ നിന്നും വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. ഇത്തവണ മുതൽ ഓൾ പാസ് ഉണ്ടാകില്ല, പക്ഷേ മറിച്ച് ഒരു വ്യത്യസ്തമായിട്ടുള്ള സിസ്റ്റം ആയിരിക്കും. അത് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി, വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സിസ്റ്റം ആയിരിക്കും. അപ്പോൾ ഇപ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ അതിലൊരു ക്ലാരിറ്റി ഉണ്ടാകും. സംഭവമൊന്നുമല്ല, SSLCയിൽ നമുക്കറിയാം മാർക്കിംഗ് സിസ്റ്റം അല്ല, ഗ്രേഡിംഗ് സിസ്റ്റമാണ്. അതുപോലെ തന്നെ +1 +2 എടുത്തു കഴിഞ്ഞാൽ മാർക്കിംഗ് സിസ്റ്റമാണ്. അപ്പോൾ ഈ 5 മുതൽ 9 വരെയുള്ള വിദ്യാർത്ഥികളെ സാധാരണ എന്താണ്, നിങ്ങൾ ഓരോ അക്കാദമിക് ഇയർ കഴിയുമ്പോഴും CE മാർക്കും മറ്റു മാർക്കുകളൊക്കെ കൺസിഡർ ചെയ്ത് ജസ്റ്റ് പാസിംഗ് ആണ്. ഇങ്ങനെ 5ൽ പ്രവേശിക്കുന്ന വിദ്യാർത്ഥി ഒരുപക്ഷെ പഠന നിലവാരം കുറവായാൽ പോലും 10 വരെ എത്തുന്നു. 10ലാണ് യഥാർത്ഥത്തിൽ ആ ഒരു ഗ്രേഡിംഗ് വരുമ്പോൾ താഴോട്ട് പോവുകയും പിന്നെ തോൽക്കുന്ന അവസ്ഥകൾ വരികയും ചെയ്യുന്നത്. പക്ഷെ നിലവിൽ 30% മാർക്ക് വാർഷിക പരീക്ഷയ്ക്ക് നിങ്ങൾ അക്വയർ ചെയ്യണം എന്ന കൃത്യമായിട്ടുള്ള ഒരു പ്രഖ്യാപനം വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ട്. അല്ല എങ്കിൽ ആ വിദ്യാർത്ഥിയെ അതേ ക്ലാസ്സിൽ തന്നെ ഇരുത്തേണ്ടി വരും എന്നും കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഒരു പക്ഷേ ഒരു വിദ്യാർത്ഥിക്ക് 9ാം ക്ലാസ്സിലെയോ 8ാം ക്ലാസ്സിലെയോ വാർഷിക പരീക്ഷയിൽ 30% മാർക്ക് മേടിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അഡീഷണൽ ക്ലാസ്സുകൾ കൊടുക്കുകയും ഈ ഒരു വെക്കേഷൻ സമയത്ത് തന്നെ അധിക പഠന സപ്പോർട്ട്, പിന്തുണ കൊടുക്കുകയും ഒന്നുകൂടി റീടെസ്റ്റുകൾ നടത്തുകയും ഈ ഒരു 30% എന്ന് പറയുന്ന ബെഞ്ച് മാർക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയുള്ള സപ്പോർട്ട് കൊടുത്തുകൊണ്ട് റീടെസ്റ്റുകൾ നടത്തി അത് ഉറപ്പുവരുത്തുകയും ചെയ്യുമെന്നാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും അധ്യാപകരുടെ സപ്പോർട്ട് വേണം. അതിലുപരി വിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ തീരുമാനത്തിൽ വിദ്യാർത്ഥികളായ നിങ്ങളുടെ സപ്പോർട്ട് കൂടി വേണം. 30% എന്ന മാർക്ക് എന്ന് പറയുന്നത് സാധാരണ നേരത്തെയൊക്കെ CE മാർക്കും കൂടി കൊടുത്ത് വളരെ ചുരുങ്ങിയ മാർക്ക് എഴുതി മേടിച്ചുകൊണ്ട് ഉറപ്പാക്കാമായിരുന്നു. പക്ഷെ ഇപ്പോൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്, CE മാർക്ക് ഒഴിച്ചു നിർത്തി ഈ എഴുതിയെടുക്കുന്ന മാർക്കിൽ തന്നെ 30% ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അങ്ങനെയുള്ളവർക്കാണ് പ്രവേശനം. അല്ലാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ ഒരു അധിക പഠന പിന്തുണ നൽകി റീടെസ്റ്റുകൾ നടത്തി ഒന്നുകൂടി പഠന നിലവാരം അളക്കുന്ന തരത്തിലേക്ക് പ്രത്യേകിച്ച് 8, 9 ക്ലാസ്സുകൾ മാറും. അപ്പോൾ വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങിയവരും തുടങ്ങാത്തവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ശ്രദ്ധിക്കാം. ഇത് വെറുതെ ഒരു പ്രഖ്യാപനമല്ല, തീർച്ചയായിട്ടും ഇത്തവണ മുതൽ പ്രാബല്യത്തിൽ വരാൻ പോകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അതേ ഗൗരവത്തോടെ തുടക്കം തന്നെ പഠിച്ചു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവസാനം നിങ്ങൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരത്തില്ല. അത് രക്ഷകർത്താക്കൾക്ക് കൂടിയുള്ളൊരു മുന്നറിയിപ്പാണ്. വളരെ ആസ്വദിച്ചുകൊണ്ട് വളരെ ടാർഗറ്റ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.